RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഏറ്റവും പുതിയ പ്രതികരണം കേട്ടോ. രാജ്യത്തെ ഭരണകൂടത്തെയും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും മാധ്യമങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചും അത്ഭുതപ്പെടുത്തിയുമാണ് ആ നിർണായക പ്രസ്താവന പുറത്തു വന്നത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാവിയും സ്വപ്നങ്ങളും അനിശ്ചിതത്വത്തിലാക്കിയ മെഡിക്കൽ പ്രവേശന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ രാജ്യതലസ്ഥാനം സമാനതകളില്ലാത്ത പ്രക്ഷോഭത്തിന് വേദിയാവുകയായിരുന്നു. വഞ്ചിക്കപ്പെട്ട യുവത്വവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളും ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച വമ്പൻ സമരത്തിന് മുന്നിൽ ഒടുവിൽ കേന്ദ്ര ഭരണകൂടത്തിന് പൂർണ്ണമായും തലകുനിക്കേണ്ടി വന്നു. ജനരോഷവും വിദ്യാർത്ഥി ശക്തിയും അണപൊട്ടി ഒഴുകിയതോടെ പരീക്ഷാ നടത്തിപ്പിലെ കടുത്ത വീഴ്ചയുടെയും സുതാര്യതയില്ലായ്മയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയാൻ നിർബന്ധിതനായി. എന്നാൽ ഒരു കേന്ദ്രമന്ത്രിയുടെ ചരിത്രപരമായ രാജിയേക്കാൾ ഉപരിയായി രാഷ്ട്രീയ ഇന്ത്യയെ ഒന്നാകെ പിടിച്ചുലച്ചത് പ്രക്ഷോഭത്തിന് തൊട്ടുപിന്നാലെ വന്ന RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പരസ്യമായ പ്രതികരണമാണ്. ജൻസികൾ നമ്മളുടെ ആളുകളാണ്. അവർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ദേശവിരുദ്ധരാണെന്നല്ല. അവരുടെ ആശങ്കകൾ കേൾക്കാനും അത് കൃത്യമായി പരിഹരിക്കാനും ഭരണകൂടം തയ്യാറാകണം. അധികാര കേന്ദ്രങ്ങളെയും സർക്കാരിനെയും ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാരെ അടിച്ചമർത്താനും അവർക്ക് നേരെ ദേശവിരുദ്ധ മുദ്ര കുത്താനും ശ്രമിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ ശൈലിക്കുള്ള കൃത്യമായ താക്കീതായിരുന്നു ഈ വാക്കുകൾ. രാജ്യത്തെ ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളെയും വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തെയും പ്രതീക്ഷകളെയും തകർത്തുകൊണ്ടാണ് മെഡിക്കൽ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത പൂർണ്ണമായും നഷ്ടപ്പെടുകയും ഉത്തരവാദികളായ ഏജൻസികൾക്കെതിരെയും മന്ത്രാലയത്തിനെതിരെയും നടപടികൾ വൈകുകയും ചെയ്തതോടെ തെരുവിലിറങ്ങി പോരാടുകയല്ലാതെ മറ്റ് വഴികളില്ലെന്ന് രാജ്യത്തെ പുതിയ തലമുറ തിരിച്ചറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. CJP ആഹ്വാനം ചെയ്ത ഈ ചരിത്രപരമായ സമരത്തിന് രാജ്യമെമ്പാടുമുള്ള ജെൻസി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും സ്വതന്ത്ര യുവജന കൂട്ടായ്മകളിൽ നിന്നും അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിച്ചത്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് അതിവേഗം ഏകോപിപ്പിക്കപ്പെട്ട 10,000-കണക്കിന് വിദ്യാർത്ഥികൾ ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് ഇരച്ചെത്തി. സമരം കടുക്കുകയും രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രതിഷേധം പടരുകയും ചെയ്തതോടെ കേന്ദ്ര ഭരണകൂടം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായി. എന്നാൽ സമാധാനപരമായി തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിച്ച ചെറുപ്പക്കാർക്ക് നേരെ പെല്ലറ്റ് തോക്കുകൾ ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമങ്ങൾ നടന്നതായി വൻ ആരോപണങ്ങളൊക്കെയാണ് അസമയത്ത് ഉയർന്നു വന്നത്. പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ഈ നീക്കം പൊതുസമൂഹത്തിൽ വലിയ അമർഷത്തിന് വഴിവെച്ചു. എന്നാൽ ഇരമ്പിയടിച്ച ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ വിദ്യാർത്ഥി സമരത്തിന്റെ സമ്മർദ്ദം മൂലം ഒരു പ്രമുഖ കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നത് അപൂർവവും തികച്ചും നിർണായകമായിട്ടുള്ള സംഭവവികാസമാണ്. അപ്പോൾ ഈ നിർണായകമായ സംഭവവികാസങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് മുംബൈയിൽ ദ റോൾ ഓഫ് യൂത്ത് യൂണിറ്റിംഗ് ദ വേൾഡ് ദ ഇന്ത്യൻ വേ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ RSS മേധാവി മോഹൻ ഭാഗവത് സംസാരിക്കുന്നത്. നിലവിലെ ഭരണകൂടത്തിന്റെ സമീപനങ്ങളെയും സമീപകാലത്തെ അടിച്ചമർത്തൽ ശൈലികളെയും നേരിട്ട് തിരുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട നിലപാടുകൾ നമുക്ക് പരിശോധിക്കാം. ജൻസികൾ ദേശവിരുദ്ധരല്ല എന്ന് അദ്ദേഹം മുഖത്തടിച്ച പോലെയാണ് പറഞ്ഞത്. തെരുവിലിറങ്ങി സ്വന്തം അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്നത് കൊണ്ട് മാത്രം ഒരു പുതിയ തലമുറ ദേശവിരുദ്ധരാകുന്നില്ല. അവർ നമ്മുടെ അടുത്ത തലമുറയാണ്, നമ്മുടെ തന്നെ രക്തമാണ്. പ്രതിഷേധം ജനാധിപത്യപരമായ അവകാശമാണെന്ന് അദ്ദേഹം തീർത്ത് പറഞ്ഞു. ജനാധിപത്യപരമായ മറ്റ് സംവാദ മാർഗങ്ങളും വാതിലുകളും അടയുമ്പോൾ തെരുവിലിറങ്ങി ശബ്ദമുയർത്തുന്നതും പ്രതിഷേധിക്കുന്നതും ഒരു നിയമാനുസൃത മാർഗമാണ്. പ്രതിഷേധം എന്നത് ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ഒരുതരം ആശയവിനിമയം കൂടിയാണ്. അതുപോലെ പഴയ തലമുറകളിൽ നിന്നും വ്യത്യസ്തമായി ജെൻസി, ജെൻ ആൽഫ തലമുറകൾ അധികാര ജനങ്ങളോടും സർക്കാരുകളോടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ പറയുന്നത് എന്തും കണ്ണടച്ച് വിശ്വസിക്കാൻ ഇവർ തയ്യാറല്ല. മറിച്ച് യുക്തിസഹമായ വിശദീകരണങ്ങളും ഉത്തരങ്ങളുമാണ് അവർക്ക് വേണ്ടത്. തീർന്നില്ല. അതായത് നിലവിലെ തലമുറയേക്കാൾ കൂടുതൽ സത്യസന്ധരും സേവന മനോഭാവമുള്ളവരുമാണ് ഈ പുതിയ കുട്ടികൾ. ദേശസ്നേഹത്തോടും സേവനത്തോടും ബന്ധപ്പെട്ട ആഹ്വാനങ്ങളോട് അവർ തികച്ചും ആത്മാർത്ഥമായിട്ടാണ് പ്രതികരിക്കുന്നത്. ചെറുപ്പക്കാരെ മാറ്റി നിർത്തുകയോ അടിച്ചമർത്തുകയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് അവരുമായി അടുത്ത ആത്മബന്ധം സ്ഥാപിക്കുകയും അവരുടെ ആകുലതകൾ കേട്ട് പരിഹരിക്കുകയുമാണ് വേണ്ടത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം. കണ്ണടച്ച് വിശ്വസിക്കാൻ ആരോടെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ പുതിയ ജെൻസി വിഭാഗത്തെയാവും പൂർണ്ണമായും വിശ്വസിക്കുക.
പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച സംഭവത്തിൽ തനിക്ക് പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നും കാര്യങ്ങൾ എവിടെയാണ് പിഴച്ചതെന്ന് വിശദമായി പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുപോലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സമവാക്യങ്ങളിലും എല്ലാം വൻകിട മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. അതിന്റെ വ്യക്തമായ സൂചനയാണ് മോഹൻ ഭാഗവതിന്റെ ഈ വാക്കുകൾ. 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിലൂടെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാമത് ജനസംഖ്യാപരമായ കരുത്തും യുവജന പങ്കാളിത്തവുമാണ്. ഇന്ത്യയിലെ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയിൽ 50% 35 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന ശക്തിയുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ഭാവി നയരൂപീകരണങ്ങളിലും ഭരണ തീരുമാനങ്ങളിലും ഈ വലിയ ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങളെയും ആശങ്കകളെയും കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് സാധിക്കില്ല. 2029 പൊതു തെരഞ്ഞെടുപ്പും മാറുന്ന വോട്ട് ബാങ്കും നോക്കുമ്പോൾ വരാനിരിക്കുന്ന 2029 പൊതു തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴേക്കും ജെൻസി വിഭാഗമായിരിക്കും രാജ്യത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ തനിയെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള വോട്ടർ വിഭാഗം. പരമ്പരാഗതമായ ജാതിമത സമവാക്യങ്ങൾക്കോ പാർട്ടികളുടെ കേഡർ വോട്ടുകൾക്കോ അപ്പുറം തൊഴിലവസരങ്ങൾ, സുതാര്യത, ഭരണപരമായ മികവ്, വിദ്യാഭ്യാസ നിലവാരം, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവ മുൻനിർത്തി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്നവരാണ് ഈ പുതിയ തലമുറ. പ്രതിഷേധ ശൈലിയിലെയും ഏകോപനത്തിലെയും മാറ്റങ്ങളും നമ്മൾ നോക്കണം. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്കപ്പുറം സോഷ്യൽ മീഡിയയിലൂടെയും സ്വതന്ത്ര ഡിജിറ്റൽ കൂട്ടായ്മകളിലൂടെയും പെട്ടെന്നൊന്നിക്കാനും ശക്തമായി പ്രതികരിക്കാനും കഴിവുള്ളവരാണ് ഇന്നത്തെ യുവത്വം. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനകീയ വിഷയങ്ങൾ കൊണ്ടുവരാനും ഭരണകൂടത്തിന്റെ വീഴ്ചകൾ പരസ്യമായി തുറന്നുകാട്ടി സമ്മർദ്ദം ചെലുത്താനും ഇവർക്ക് കൃത്യമായി സാധിക്കുന്നുമുണ്ട്. ഇന്നത്തെ യുവത്വവും പഴയ തലമുറയും തമ്മിൽ ഭരണകൂടത്തോടും അധികാരത്തോടുമുള്ള സമീപനത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പഴയ തലമുറ മുതിർന്നവരുടെയോ സർക്കാരിന്റെയോ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ജെൻസി തലമുറ വ്യക്തമായ കാരണങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിക്കുകയും തെറ്റുകൾ കണ്ടാൽ ഉറക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പ്രതിഷേധങ്ങളുടെ ശൈലിയിലും വലിയ മാറ്റമുണ്ട്. പണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ പോഷക സംഘടനകൾ വഴി മാത്രം സമരങ്ങൾ നടന്നിരുന്ന സ്ഥാനത്ത് ഇന്ന് സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ ക്യാമ്പയിനുകൾ, സ്വതന്ത്ര കൂട്ടായ്മകൾ എന്നിവ വഴിയാണ് വിപ്ലവങ്ങൾ രൂപപ്പെടുന്നത്. രാഷ്ട്രീയ മുൻഗണനകളുടെ കാര്യത്തിൽ പാരമ്പര്യം, ജാതിമത ചിന്തകൾ, പാർട്ടി പ്രത്യയശാസ്ത്രം എന്നിവയ്ക്കായിരുന്നു പഴയ തലമുറ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ പുതിയ തലമുറ സുതാര്യത, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, തൊഴിൽ, വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നത്. നേതാക്കളുടെ കേവല ആഹ്വാനങ്ങളെക്കാൾ വ്യക്തവും യുക്തിസഹവുമായ ഉത്തരങ്ങളും വേഗത്തിലുള്ള നടപടികളുമാണ് ഇവർ സർക്കാരുകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭാവിയും ജീവനും നിലനിൽക്കുന്നത് അവിടെയുള്ള യുവതലമുറ ഭയമില്ലാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ്. അതാണ് RSS മേധാവി പറഞ്ഞു വെക്കുന്നത്. അവകാശങ്ങൾക്കായി ചോദ്യങ്ങൾ ചോദിക്കുന്ന ചെറുപ്പക്കാരെ നിശബ്ദരാക്കാനോ അടിച്ചമർത്താനോ ശ്രമിച്ചാൽ അത് രാജ്യത്ത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്നതിന്റെ തെളിവാണ് ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും തുടർന്നുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും. RSS മേധാവി മോഹൻ ഭാഗവത് നടത്തിയ ഈ പ്രസ്താവന കേവലം ഒരു സമരത്തോടുള്ള താൽക്കാലികമായിട്ടുള്ള പ്രതികരണമല്ല, മറിച്ച് ഇന്ത്യയിൽ വരാനിരിക്കുന്ന വൻ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവാണ്. ചെറുപ്പക്കാരെ മാറ്റി നിർത്തിയോ അവരെ ദേശവിരുദ്ധരായി ചിത്രീകരിച്ചോ ഇനി രാജ്യത്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും അവരുടെ ന്യായമായ ആശങ്കകൾക്ക് യുക്തിസഹമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകേണ്ടത് ഭരണാധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നും ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഡൽഹിയിലെ തെരുവുകളിൽ ഉയർന്ന ചോദ്യങ്ങളും അതിന് മറുപടിയായി മുംബൈയിലെ വേദികളിൽ നിന്ന് കേട്ട ഈ വാക്കുകളും വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റി എഴുതുമെന്ന കാര്യത്തിൽ എന്തായാലും യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഈ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കാണണം. വലിയ വലിയ കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞതിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.